പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ യുദ്ധം ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇസ്രയേലിന്റെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഒരു ഏജന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് വ്യക്തമായി പറഞ്ഞാൽ ഇസ്രയേൽ ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ റോയിങ് ലൈനിന് വഴിമരുന്നിട്ട മൊസാദ് ചാരസംഘടനയിലെ ഉദ്യോഗസ്ഥർ വിദേശത്ത് നടന്ന ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ടതായി മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഏജൻസിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് എം എന്ന കോഡ് നാമത്തിലാണ് ഇയാളെ ബാർണിയ വിശേഷിപ്പിച്ചത്. മൊസാദ് ഓരോ ഏജന്റിനും ഓരോ കോഡുകൾ ഉണ്ടായിരിക്കും എന്നതാണ് വസ്തുത. എന്നാൽ ഇറ്റലിയിലെ മാർഗ്യോർ തടാകത്തിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മുൻ മൊസാദ് ഉദ്യോഗസ്ഥൻ എരേസ് ഷിമോണിയാണ് ഈ നിഗൂഢ വ്യക്തിത്വത്തിന് ഉടമയെന്ന് ഇസ്രയേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുകയാണ്. മൊസാദിലെ കൊല്ലപ്പെട്ടവർക്കായി നടത്തിയ അനുസ്മരണ ചടങ്ങിലാണ് ബാർണിയ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സർഗാത്മകതയും തന്ത്രജ്ഞതയും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് എം നയിച്ച ദൗത്യങ്ങൾ ഇറാന്റെ ആണവ സൈനിക മോഹങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമായെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ റോയിങ് ലൈനിന്റെ വിജയത്തിന് പിന്നിൽ ഈ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2023 ഇറാനെതിരെയുള്ള രഹസ്യ നീക്കങ്ങൾക്കിടെ കൊല്ലപ്പെട്ട എം എന്ന ചാരന്റെ വിവരങ്ങൾ ആദ്യമായാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ വെളിപ്പെടുത്തിയത്. എന്നാൽ എം എന്ന കോഡ് നെയിമുള്ള വ്യക്തിയുടെ പേര് ആര് എന്നത് അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. എന്താണ് ഈ എം? അതായത് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാർക്ക് കൊടുക്കുന്നൊരു കോഡ് നെയിമാണ് എം എന്ന് പറയുന്നത്. 2023 മെയ് 28 വടക്കൻ ഇറ്റലിയിലെ മാർഗിയോറിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് എരേസ് ഷിമോണി കൊല്ലപ്പെട്ടത്. 2 ഇറ്റാലിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ബോട്ട് ക്യാപ്റ്റന്റെ ഭാര്യയും അന്ന് ഷിമോണിക്കൊപ്പം മരിച്ചിരുന്നു. 30 വർഷത്തോളം മൊസാദിൽ സേവനമനുഷ്ഠിച്ച ഷിമോണി ഹൃദ്യമായ പെരുമാറ്റത്തിനും അതോടൊപ്പം തന്നെ വിനയത്തിനും പേരുകേട്ട വ്യക്തിയായിരുന്നുവെന്നാണ് ബാർണിയ അനുസ്മരിച്ചു. അഷ്കെലോണിൽ നടന്ന ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ മൊസാദിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുഖം മറച്ചാണ് പങ്കെടുത്തത്. 2023 മെയ് 31 അദ്ദേഹം അന്തരിച്ചത്. ആ സമയത്ത് സംഘടനയിലെ അദ്ദേഹത്തിന്റെ സേവനം കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റാലിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ 2 അംഗങ്ങൾക്കും കപ്പൽ ക്യാപ്റ്റന്റെ ഭാര്യയ്ക്കും ഒപ്പമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ അഷ്കലോണിൽ അടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ മൊസാദിലെ ഉന്നത ഉദ്യോഗസ്ഥർ തൊപ്പിയും മുഖമൂടിയും ധരിച്ചൊക്കെയാണ് ആ ചടങ്ങിൽ നേരത്തെ പങ്കെടുത്തത്. ഷിമോണിയ മാന്യമായ പെരുമാറ്റമുള്ളവൻ, മനുഷ്യസ്നേഹി, ദയയുള്ളവൻ, ശാന്ത സ്വഭാവക്കാരൻ എന്നിങ്ങനെയാണ് അവരെല്ലാവരും വിശേഷിപ്പിച്ചതെന്നും ജെറൂസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 30 വർഷത്തോളം മൊസാദിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നടപടികൾക്കുമെതിരെ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി 2026 ഫെബ്രുവരി 28 ആരംഭിച്ച സൈനിക നീക്കമാണത്. ഇസ്രയേൽ ഇതിനെ ഓപ്പറേഷൻ റോയിങ് ലൈൻ എന്ന് വിളിക്കുമ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്.